വർഷങ്ങൾക്ക് ശേഷം ഒരു ബസ് യാത്ര, അത് കമ്പത്തിലോട്ടാണ്. ഒരു മരണം, അതിനുവേണ്ടി ഞാനും എൻ്റെ അത്തയും കൂടെ ബസ്സിനാണ് പോകുന്നത്. ഇത് ചെക്ക് പോസ്റ്റ് കുമളി ബസ് സ്റ്റാൻഡും ചെക്ക് പോസ്റ്റും ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡാണ്. ഒത്തിരി കടകളുണ്ട്, രണ്ട് സൈഡ് ഇഷ്ടം പോലെ കടകൾ, ചിപ്സും ഹലുവയൊക്കെ കടകളുണ്ട്, സ്പൈസസും. ഇത് തമിഴ്നാട് പോലീസ് സ്റ്റേഷനാണ്. തൊട്ടടുത്ത് തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റും ഉണ്ട്. ഇവിടെ നിന്നാണ് എൻട്രൻസ്, അങ്ങോട്ട് മൊത്തം തമിഴ്നാടാണ്. ബസ്സിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. അവിടെ ഒരു മരണം, എൻ്റെ നാത്തൂൻ്റെ ഒരു റിലേഷൻ മരിച്ചുകൊണ്ട് അവരെല്ലാവരും ഫാമിലി എല്ലാവരും നേരത്തെ പോയി. എനിക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ഞാൻ ഹാഫ് ഡേ കട്ടടിച്ചാണ് പോകുന്നത്. കൂടിന് അത്തിച്ചിയുണ്ട്. ഒത്തിരി നാളായിട്ടോ ബസ്സിന് പോയിട്ട്. അടിപൊളി വൈബ്, ഇഷ്ടം പോലെ കാണാൻ കാഴ്ചകൾ, എന്തുമാത്രം കാഴ്ചകളുണ്ടെന്നറിയാമോ. നല്ല രസമാണ്. ചെറിയ റോഡാണ് ഇത്. വെള്ളം തമിഴ്നാട്ടിലേക്കുള്ള കുടിവെള്ളം തുറന്നു വിടുന്നതാണ്. അതായത് നമ്മുടെ മുല്ലപ്പെര ഡാമിലെ വെള്ളമാണതേ, അതുവഴിയാണ് ഒഴുകിപ്പോകുന്നത്. എരച്ചിൽപ്പാലം എന്ന് പറയും. ഇത് ഇവിടുന്ന് നോക്കുമ്പോൾ ഇതൊരു വളവാണ്, ചെറിയൊരു പാലമാണ്. തമിഴ്നാട് ഫുള്ള് കാണാം, ഫുള്ളല്ല, കമ്പ് മൊത്തം കാണാം. കമ്പവും പിന്നെ കൂടലൂരൊക്കെ കാണാം. നല്ല വ്യൂ പോയിൻ്റ്, അടിപൊളി പ്ലേസാണ് കാണാനായിട്ട്, നല്ല രസമാണ്. ചെറിയ റോഡായതുകൊണ്ട് വണ്ടികളൊക്കെ വരുമ്പം ഒരു വണ്ടി പോയിട്ട് വേണം അടുത്ത വണ്ടി പോകണ്ടേ. പെൻ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് ചെറിയ പാലമായതുകൊണ്ട് പോക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇതൊരു വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു ശിലയും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്ന ഒരു പ്ലേസാണ്. പോകുന്നവർ വരുന്നവരൊക്കെ നേർച്ചയിടാനും പിള്ളേർക്കൊക്കെ മുടിയെടുക്കാനും ഒത്തിരി നേർച്ചയും കാര്യങ്ങളൊക്കെ, ആടിനെയും കോഴീനെയൊക്കെ കട്ട് ചെയ്ത് അവർ പൂജിക്കുന്ന പ്ലേസാണ്. ഇവിടെ നിന്ന് വേണം നമ്മളങ്ങോട്ട് താഴോട്ട് ഇറങ്ങിപ്പോണ്ട്. ചുരം പോലെയൊക്കെയാണ്, ചെറിയൊരു റോഡാണ്, നോക്കിപ്പോണം, കെയർഫുള്ളായിട്ട് പോയില്ലെങ്കിൽ പണി കിട്ടും. ഇത് ബെനിക്കിക്കിൻ്റെ പ്ലേസാണ്. ഇവിടെ കാണാനായിട്ട് ഒരു ഇതുണ്ട് കേട്ടോ, ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ളതുണ്ട്. അതായത് മുല്ലപ്പെര ഡാം പണിതാണ് ബെനിക്കിക്ക്. പുള്ളിയുടെ ശിലയൊക്കെ വെച്ചിട്ട് അതിൻ്റെ കുറിച്ച് എല്ലാം മാപ്പൊക്കെ ഉണ്ട്. പിന്നെ അവിടെ അത് ലോയർ ക്യാമ്പാണ് പ്ലേസ്, ലോയർ ക്യാമ്പിലാണ് അത് സ്ഥലമുള്ളത്. പിന്നെ അവിടുന്ന് നേരെ നമ്മളിനി അങ്ങോട്ട് പോവുകയാണ്. രണ്ട് സൈഡും തെങ്ങും തോപ്പും വാഴയും പച്ചക്കറികളും എല്ലാം ഉണ്ട്. ഇവിടെയാണ് വെള്ളം കറണ്ടിൻ്റെ ഉണ്ടാക്കുന്ന സ്ഥലം, അത് കറണ്ട് ഉണ്ടാക്കുന്നത്. പിന്നെ വന്നിട്ട് ഇത് ലോയർ ക്യാമ്പ് കഴിഞ്ഞിട്ട് കൂടുതലുണ്ട് സെൻട്രൽ പോയിൻ്റ്. ഇത് ക്വാർട്ടേഴ്സ്, തമിഴ്നാട്ടുകാർക്ക് പാവപ്പെട്ടവർക്ക് ക്വാർട്ടേഴ്സാണത് കെട്ടിക്കൊടുക്കുന്നത്, ഫ്രീ ആയിട്ട് കെട്ടിക്കൊടുക്കുന്നത്, ഗവൺമെൻറ് കെട്ടിക്കൊടുക്കുന്ന ക്വാർട്ടേഴ്സാണ്. ഇവിടെ നിന്ന് വന്നിട്ട് നമ്മൾ റൈറ്റ് എടുത്താണ് പോകുന്നത്. ഈ സ്ട്രെയിറ്റ് റോഡ് ബൈപ്പാസാണ്, അത് ടൗൺ ടച്ച് ആവത്തില്ല. അത് പാളയത്തിനും തേനിക്കുള്ള സ്ട്രെയിറ്റ് റൂട്ടാണ്. ഇത് ബസ്സായതുകൊണ്ട് ടൗണിൽ കൂടെ ചുറ്റി പോകത്തുള്ളൂ. ഇതാണ് ലോയർ ക്യാമ്പ്. ലോയർ ക്യാമ്പിൻ്റെ ബസ് സ്റ്റോപ്പിലോട്ടാണ് ഇനി നേരെ പോകുന്നത്. അതൊരു ചെറിയ ടൗണാണ് കേട്ടോ ലോയർ ക്യാമ്പ്. ഇതിൻ്റെ അകത്താണ് ബസ് സ്റ്റോപ്പ് ഇതുള്ളത്. അതിൻ്റെ അടുത്ത പോയിൻ്റ് വന്നിട്ട് ചന്തയാണ്, ഉഴവർ ചന്തയാണ്. ഇവിടെ പച്ചക്കറികളൊക്കെ ഒത്തിരി വിലക്കുറവാണ്. ഇതിൻ്റെ വീഡിയോ നാളെ കാണിക്കാം. ഇന്ന് ഞങ്ങളവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. നാളെ അതുവഴി വന്ന്, ഞാൻ സൺഡേ മാത്രമുള്ള ആ ചന്ത, അതുവഴി വേണം വരേണ്ടത്. വേറെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് വേണം, ഫാമിലി എല്ലാവരും ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു മാസത്തേക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാനുള്ള ധാരാളം പച്ചക്കറിയുണ്ട്. പിന്നെ അവിടുന്ന് നേരെ ആ ബൈപ്പാസിലോട്ടാണ് ജോയിൻ്റ് ആവുന്നത്. സ്ട്രെയിറ്റ് കൂടലൂർ റോഡാണിത്. ഇത് മുന്തിരിത്തോട്ടം എന്ന് പറയും. അതായത് കേരള ടൂറിസത്തിലെ, പ്രത്യേകിച്ച് തേക്കടി ടൂറിസത്തിലെ മെയിൻ പോയിൻ്റാണ് മുന്തിരിത്തോപ്പ്, കൂടലൂരിലാണത്. ഇവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ മുന്തിരി ഡയറക്റ്റായിട്ട് നമുക്ക് പറിച്ച് അവർ തരും. ഫ്രഷ് ജ്യൂസൊക്കെ അടിച്ച് നല്ല പ്ലേസാണ്, ഫോട്ടോസ് എടുക്കാനും ഒക്കെ പറ്റുന്ന സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ KL വണ്ടികളാണ്, KL ആളുകളുമാണ് ഇവിടെ എത്തുന്നത്. നല്ല റഷാണ്, വെക്കേഷൻ ടൈം നല്ല റഷാണ്. ഇതൊരു മെയിൻ ഒരു വ്യൂ പോയിൻ്റായിട്ടാണ് കാണുന്നത്. ടൂറിസത്തിലെ മെയിൻ ഒരു പോയിൻ്റ് ഇത് തന്നെയാണ്. പിന്നെ ഇതിനങ്ങോട്ട് പിന്നെ പോകുന്നത് മൊത്തം കമ്പത്തിലോട്ടാണ്, നെക്സ്റ്റ് കൂടലൂർ. അങ്ങനെയാണ് ഒരു കിടുവിനെ കിട്ടി, ബസ്സിൽ നിന്ന് കിട്ടി. അതിനോട് വർത്താനം വേണ്ട. ആദ്യം ഇതൊക്കെ മിണ്ടാൻ ഭയങ്കര മടിയായിരുന്നു, ചിരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ പറയും യൂട്യൂബിൽ ഫോട്ടോ ഇടുന്നുണ്ട്, വീഡിയോ ഇടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് തമിഴൊക്കെ സംസാരിച്ചപ്പോൾ പിന്നെ സെറ്റായി. പിന്നെ അങ്ങോട്ട് ചിരിയും കളിയൊക്കെ ആയി. അത് കഴിഞ്ഞിട്ട് അടുത്ത പോയിൻ്റ് വന്നിട്ട് GH ഗവൺമെൻറ് ഹോസ്പിറ്റൽ. നല്ല ഫെസിലിറ്റീസാണ്. ഏറ്റവും കൂടുതൽ കമ്പം ഡിസ്ട്രിക്റ്റിലെ ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഇവിടെയാണ്. ഈ ഹോസ്പിറ്റലിൽ എല്ലാം ഉണ്ട്, സൗകര്യങ്ങളും ഉണ്ട്. പ്രസവത്തിനൊക്കെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്ന് ആളുകൾ വരുന്നത് ഇവിടെയാണ്. ഇത് ഗാന്ധിശാല എന്ന് പറയും. അടുത്ത പോയിൻ്റ് കമ്പം സിഗ്നലാണ്. മെയിൻ ആളുകൾ ഇവിടെയാണ്. ഇവിടം വരെ ഉള്ളൂ. നമുക്ക് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി, എന്നെ അത്തന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി ആൾ വന്നു. ഓക്കെ, അപ്പോൾ ഇറങ്ങട്ടെ. ഇതാണ് ബസ് സ്റ്റാൻഡിനുള്ളിലോട്ട് പോകുന്ന സിഗ്നൽ. ഓക്കെ, ബൈ.